3 ദിവസമായുള്ള തിരച്ചിലിനൊടുവിൽ മത്സ്യത്തൊഴിലാളികളായ 8 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ആശ്വാസമാണ് വിഴിഞ്ഞത്തുള്ളത്. നേരത്തെയൊക്കെ രാവിലെയൊക്കെ വലിയ തരത്തിലുള്ള ആശങ്കയും വിഷമവും ഒക്കെ പങ്കുവെച്ച അവരുടെ ബന്ധുക്കളാണ് നമുക്കൊപ്പം ചേരുന്നത്. അവർക്കൊക്കെ വലിയ ആശ്വാസം. ഇങ്ങനെ പല ഘട്ടങ്ങളിലും ഇവർ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ കണ്ടതാണ്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ തിരിച്ച് കരയിലേക്ക് എത്താറുള്ളത്. സമാനമായ രീതിയിലുള്ള സംഭവം തന്നെയാണ് ഇത്തവണയും ഉണ്ടായത്. എങ്ങനെയാണമ്മ ആശ്വാസം? ആശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് പുതുജീവൻ തിരികെ തന്നതിന് എങ്ങനെ നന്ദി പറയണം എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും അനേകായിരം മക്കളുടെ സഹായത്തോടുകൂടിയും ദൈവത്തിൻ്റെ കൃപയാലും എല്ലാ മക്കളെയും കൂട്ടിച്ചേർത്ത നല്ലവനായ ദൈവത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഇപ്പൊ ഈ ആദ്യം വന്ന ബോട്ടിൽ ഉണ്ടോ നിങ്ങളുടെ ബന്ധുക്കൾ? അതെ, ആദ്യം വന്ന ബോട്ടിൽ എൻ്റെ സഹോദരനും വീണ്ടും ആ ബോട്ടിൽ തന്നെ കടന്നുപോയ ഒരു സഹോദരനും കൂടി എത്തിയിട്ടുണ്ട്. ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമൊന്നുമില്ലെന്നാണ് മനസ്സിലാവുന്നത്. അത് ഞങ്ങൾക്ക് അറിയില്ല. എനിക്ക് ഹോസ്പിറ്റലിലല്ലേ പോയിരിക്കുന്നത്. അവിടുത്തെ ചികിത്സ എങ്ങനെയോ അപ്പോഴേ അറിയാൻ സാധിക്കത്തുള്ളൂ. രാവിലെ ഈ തിരച്ചിലൊക്കെ നടത്തുമ്പോഴും കൂടുതൽ തിരച്ചിൽ നടത്തണം, സർക്കാരിൻ്റെ കൂടുതൽ ഇടപെടൽ വേണമെന്ന ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. സർക്കാർ ഇടപെട്ടോ? ഇടപെട്ടു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവര് ഇവിടത്തെ കോസ്റ്റൽ പോർട്ടിലെ ഓഫീസ് ഉദ്യോഗസ്ഥരൊക്കെ പോയിട്ടുണ്ടല്ലോ, അവർ ആ ബോട്ടിൽ കയറിയില്ലേ? അപ്പോൾ അവരൊക്കെ കണ്ടെത്തിയിരിക്കാം ഇല്ലേ? എന്തായാലും ഇങ്ങനെയുള്ള ആശ്വാസം തന്നെയാണ് പങ്കുവെക്കുന്നത്. അമ്മ എങ്ങനെയാണ്, സന്തോഷമുണ്ടോ? എൻ്റെ ചേട്ടൻ റോബിൻസൺ പണിക്ക് പോയി കാണാൻ ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. കണ്ടു കിട്ടി കൊണ്ടുവന്നതിന് അവർക്ക് നന്ദി പറയണം, ദൈവത്തിന് നന്ദി പറയും. സഹായമാതാ ബോട്ടിലായിരുന്നു. സഹായമാതാ ബോട്ട് തന്നെ. മറ്റ് ബോട്ടുകളിലുള്ള ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ രണ്ടാമത് എന്തായാലും സഹായമാതാ ബോട്ടിനെ കന്യാകുമാരി തീരത്ത് വെച്ചാണ് കണ്ടെത്തിയത്. അതിന് മറ്റ് ഫാത്തിമ മാതാ ബോട്ടാണ് തമിഴ്നാട് തീരത്ത് എത്തി അവിടെ അപകടത്തിൽപ്പെട്ടത്. അവിടെ നിന്ന് മറ്റൊരു മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളാണ് ആ ബോട്ട് മറിഞ്ഞതായി കണ്ടെത്തിയത്. ആ ബോട്ടും ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന് കൈമാറുകയും ഒപ്പം തന്നെ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ച് തമിഴ്നാട്ടിലെ കോസ്റ്റ് ഗാർഡിന് കൈമാറുകയുമാണ് ചെയ്തത്. രാവിലെയൊക്കെ വലിയ സങ്കടത്തിലായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് ആശ്വാസം? സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. 4 ദിവസം ഞങ്ങൾ അത്രയും സങ്കടപ്പെട്ടെന്ന് പറഞ്ഞാൽ, ഒരു ദിവസത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് പോയാൽ നാളെ രാവിലെ 7 മണിക്ക് വീട്ടിൽ എത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പ്രകൃതിക്ഷോഭം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയില്ല. 6 മണിക്കാണ് ഉൾക്കടലിൽ എത്തിയപ്പോഴാണ്, 6 മണിക്കാണ് ഇത് സംഭവം. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ്, മക്കളെയും ഭാര്യയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ മത്സ്യത്തൊഴിലാളി. അന്ന് വേല ചെയ്താൽ തന്നെ അന്ന് ഞങ്ങൾക്ക് ഇത് ഭക്ഷണം കിട്ടും. അതുകൊണ്ടാണ് അവരങ്ങനെ പോയത്. ഇപ്പം ഗവൺമെൻറ്റും കുറ്റം പറയുന്നത്, ഞങ്ങൾ അനൗൺസ്മെൻറ്റ് ചെയ്ത് ഇവരെന്തിനാ പോയി, അവർ തിമുറാണ് ഇവർ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ട് ഇവിടെ വെച്ച്. അപ്പം ഇപ്പം നിങ്ങൾ എല്ലാ റിപ്പോർട്ടർമാരും ഇങ്ങനെ ശക്തമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഗവൺമെൻറ് ആൾക്കാർ കോസ്റ്റ് ഗാർഡും ഇറക്കി, പിന്നെ ഹെലികോപ്റ്ററും ഇറക്കി ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അവർ ബോട്ട് വള്ളം മറിഞ്ഞ് 4 പേരും 3 ദിവസം വരെ അവർ വള്ളത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കിടന്നത്. അപ്പോൾ അതൊരു ദൈവകൃപയല്ലേ. അങ്ങനെ പിടിച്ചുകൊണ്ട് കിടന്നപ്പോഴാണ് വേറെ ഒരു മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകാരാണ് ഇപ്പം അവരെ കരയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചു, ഒരു വാക്ക് പറഞ്ഞിട്ട്, ഇതാ ഞങ്ങൾ ഇത് കട്ടാകും, ചാർജ് കയറ്റിയിട്ട് വിളിക്കാൻ എന്ന് പറയുന്നു. ഒരുപാട് സന്തോഷം. എന്തായാലും ചേച്ചിയുടെ ചിരിയിൽ തന്നെ ഉണ്ട് എത്രമാത്രം സങ്കടത്തിൽ, വിഷമത്തിൽ, ആശങ്കയിലായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നതെന്ന്. പക്ഷേ ആ സങ്കടത്തിനും ആശങ്കയ്ക്കും ഒക്കെ വിരാമം ഇട്ടുകൊണ്ടാണ് അല്പസമയം മുമ്പ് ഈ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി എന്ന വിവരം വന്നത്. തമിഴ്നാട് തീരത്ത് ഇങ്ങനെ ഒരു ബോട്ട് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് എന്ന കാര്യം അവരെ അറിയിക്കുകയായിരുന്നു. അവരുടെ ഒക്കെ മുഖത്ത് ഇപ്പോഴും വലിയ സന്തോഷം. അവർ അവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചിരിക്കുന്നു. മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ അവർ തിരിച്ചെത്തും എന്നുള്ള അതിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇവിടുത്തെ കുടുംബം ഉള്ളത്.